അന്താക്കിയ എന്ന് പറയുന്ന റോമിലെ ഒരു പട്ടണത്തിലേക്ക് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 ദൂതന്മാർ ചെല്ലുകയാണ്. ഒരാളുടെ പേര് സാദിഖ് എന്നാണ്, മറ്റേയാൾ മസ്ദൂഖ്. 5 പർവ്വതങ്ങൾക്കിടയിൽ വിശാല വിസ്തൃതിയുള്ള ഒരു പട്ടണമാണ്, നാടാണ് അന്താക്കിയ. അവിടേക്കാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ 2 ദൂതന്മാർ പ്രബോധനത്തിനു വേണ്ടി, ദഅവത്തിനു വേണ്ടി എത്തിച്ചേരുന്നത്. അങ്ങനെ ആ 2 ദൂതന്മാർ പോകുന്ന വഴിയിൽ പ്രായമുള്ള ഒരാളെ കാണുകയാണ്. അയാളാണ് ഹബീബുൻ നജ്ജാർ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ആ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ 2 പേരും ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ റസൂല ഈസ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 ദൂതന്മാരാണ്. ഇവിടെ പ്രബോധനത്തിന് വന്നതാണ്. ഇലാഹായ അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുവാനും വിശ്വാസാദർശങ്ങളിലേക്ക് ക്ഷണിക്കുവാനും വേണ്ടി വന്നതാണ്. അപ്പോൾ ഹബീബുൻ നജ്ജാർ ചോദിക്കുന്നു, നിങ്ങളുടെ പക്കൽ തെളിവ് വല്ലതുമുണ്ടോ? അപ്പോൾ ആ 2 ദൂതന്മാർ പറഞ്ഞു, അതെ, ഞങ്ങൾ രോഗം മാറ്റിത്തരാം, കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച നൽകാം, വെള്ളപ്പാണ്ടുള്ളവരെ ശമനം നൽകാം. അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി ഇതെല്ലാം ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. അങ്ങനെയുള്ള അസാധാരണ സംഭവങ്ങളെല്ലാം അവരിൽ നിന്നുണ്ടാകുന്ന കറാമത്താണ്, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തുമാണ്. ആത്മീയതയുടെ അത്യുന്നതങ്ങളിലെത്തിയ മഹാന്മാർക്ക് അള്ളാഹു നൽകുന്ന അത്ഭുതങ്ങളാണിവയൊക്കെയും. മുഅ്ജിസത്ത് പ്രവാചകന്മാർക്കും കറാമത്ത് ഔലിയാക്കൾക്കും അള്ളാഹു നൽകിയിരിക്കുന്നു. ഇവ രണ്ടും ഒരേ സഞ്ചാരപഥത്തിലാണ് വെളിവാകുന്നത്. അഥവാ അമ്പിയാക്കൾക്ക് സംഭവിച്ച, അള്ളാഹു നൽകിയ മുഅ്ജിസത്ത് എന്ന അത്ഭുത സംഭവങ്ങളെല്ലാം ഔലിയാക്കൾക്ക് കറാമത്തെന്ന വിലാസത്തിൽ ലഭിക്കുന്നതാണ്, പ്രകടമാകുന്നതാണ്. അങ്ങനെ ഹബീബുൻ നജ്ജാർ പറഞ്ഞു, എനിക്കൊരു മകനുണ്ട് വീട്ടിൽ. ആ മകൻ രോഗശയ്യയിലാണ്, കിടപ്പിലാണ്. അപ്പോൾ അവർ 2 പേരും പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് അവർ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ആ രോഗിയായ മകനെ അവർ തടകി. അന്നേരം അല്ലാഹു തആല രോഗത്തിന് ശിഫ നൽകുകയുണ്ടായി. അങ്ങനെ ഈ കറാമത്തിന്റെ വാർത്ത ആ നാട്ടിൽ പരന്നു. ജനങ്ങളെല്ലാം അവിടേക്ക് വന്നു. അവരുടെയൊക്കെ രോഗങ്ങൾ ഈ 2 ദൂതന്മാർ ശിഫയാക്കി കൊടുത്തു. അങ്ങനെ വിവരം നാട്ടിലെ രാജാവ് അറിഞ്ഞു. ഇന്തിഹ എന്നാണ് രാജാവിന്റെ പേര്. അദ്ദേഹം അവിശ്വാസിയായിരുന്നു. വിവരമറിഞ്ഞപ്പോൾ രാജാവ് ഈ 2 ദൂതന്മാരെ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 ദൂതന്മാരാണ്. രാജാവ് ചോദിച്ചു, എന്തിനു വന്നതാണ്? ദൂതന്മാർ പറഞ്ഞു, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ പറ്റിയൊക്കെ വിശദീകരിച്ചപ്പോൾ രാജാവ് രോഷാകുലനായി. ഇവരെ പിടിച്ചു 100 അടി കൊടുത്തു. എന്നിട്ട് ജയിലിലടയ്ക്കാൻ കൽപ്പിച്ചു. അവർ ജയിലിലായി. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 3ാമത് ഒരാളെ കൂടി ദൂതനായി പ്രബോധനത്തിന് വിട്ടു. അദ്ദേഹത്തിന്റെ പേരാണ് ശംഊൻ എന്ന് പറയുന്ന മഹാൻ. ഇത് ഇമാം സാവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ ശംഊൻ വന്നിട്ട് നേരെ രാജാവിന്റെ പടയാളികളോടും പ്രജകളോടുമൊക്കെ അനുനയത്തിൽ സംസാരിച്ച് അവരോടൊപ്പം കൂടി. അവരിലൊരാളായി മാറി. അങ്ങനെ രാജാവ് ഈ ശംഊനെ പറ്റി അറിഞ്ഞു. രാജസദസ്സിലേക്ക് വിളിച്ചു. 2 നല്ല സൗഹൃദത്തിലായി. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഒരു സംസാരത്തിനിടയിൽ ശംഊൻ ചോദിച്ചു, ഇവിടെ 2 പേർ ജയിലിലായിട്ടുള്ളതായി എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അവരെ ഒന്ന് കാണട്ടെ എന്ന് ശംഊൻ ആവശ്യപ്പെടുകയാണ് റളിയല്ലാഹു അൻഹു. അവരെന്താണ് പറയുന്നത്? അവരുടെ വാദമൊന്ന് കേൾക്കട്ടെ. അങ്ങനെ രാജാവ് കൽപ്പിച്ചു. അവരെ ജയിലഴികൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വിട്ടു. അവർ രാജസന്നിധിയിൽ ഹാജരായി. ശംഊൻ എന്നവർ അവരോട് ചോദിച്ചു, നിങ്ങളെ ആരാണ് വിട്ടത്? അവർ പറഞ്ഞു,
ഞങ്ങൾ ഏകനായ റബ്ബിനെപ്പറ്റി പറയാൻ വന്നതാണ്. എന്നിട്ട് അവർ തുടർന്നു, ഞങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്ന ശക്തിയാണ്, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന വിധിക്കുന്ന ഇലാഹാണ്. അങ്ങനെ രാജാവിനോടൊപ്പം ഇരുന്ന ശംഊൻ എന്നവർ ചോദിച്ചു, എന്താണ് തെളിവ് നിങ്ങൾ ഈ പറയുന്ന വാദത്തിന്? രണ്ടുപേരും ചോദിച്ചു, എന്ത് തെളിവാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? അപ്പോൾ അതാ ഒരു കുഞ്ഞിനെ കാണിക്കുകയാണ്. ആ കുഞ്ഞ് അന്ധനാണ് എന്ന് മാത്രമല്ല, 2 കൺകുഴികൾ ഇല്ല, കണ്ണിന്റെ സ്ഥലം കൂടി നെറ്റി പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. കാഴ്ചയില്ലാത്തൊരു കുഞ്ഞ്. ആ കുഞ്ഞിനെ ആ വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ആ 2 ദൂതന്മാർ ദുആ ചെയ്യുകയാണ് അള്ളാഹുവിനോട്. അങ്ങനെ ആ കുട്ടിയുടെ കണ്ണിന്റെ ഭാഗം പിളർന്നിട്ട് കുഴി രൂപപ്പെടുകയാണ്. മണ്ണുരുളകൾ ഉണ്ടാക്കിയിട്ട് ആ 2 കൺകുഴികളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ആ കണ്ണ് ഒറിജിനലായി രൂപാന്തരപ്പെടുകയാണ്. അങ്ങനെ തന്ത്രപരമായി ശംഊൻ റളിയല്ലാഹു അൻഹു രാജാവിനോട് പറഞ്ഞു, ഈ 2 പേരും അവർ അനുകൂലിച്ച് സംസാരിക്കുന്ന സ്രഷ്ടാവിന്റെ പേരിലാണ് ഈ കർമ്മം നടത്തിയത്, ഈ അത്ഭുത രോഗശാന്തി കാണിച്ചത്. അങ്ങയുടെ ദൈവത്തിനോടുമൊന്ന് ആവശ്യപ്പെടാമോ? രാജാവ് സ്വകാര്യമായി ശംഊൻ എന്നവരോട് പറഞ്ഞു, ഇല്ല, അവർ കാണുന്നവരോ കേൾക്കുന്നവരോ അല്ല. അങ്ങനെ രാജാവ് മറ്റൊരു കാര്യം കൂടി ഈ ദൂതന്മാരോട് ആവശ്യപ്പെടുകയാണ്. 7 ദിവസം മുമ്പ് മരിച്ച ഒരു മയ്യിത്ത് അതാ കിടക്കുന്നു. ആ മയ്യിത്തിന്റെ പിതാവ് വരും വരെ വെയിറ്റിംഗിലാണ്, കാത്തുവച്ചിരിക്കുകയാണ്. ഈ മയ്യിത്തിനൊന്ന് രൂപം കൊടുക്കാമോ എന്ന് രാജാവ് ചോദിക്കുകയാണ്. 7 ദിവസമായ മയ്യത്താണ്. ഫ്രീസറോ മോർച്ചറിയോ ഒന്നുമില്ലാത്ത കാലമാണ്. ആ ദിവസങ്ങൾക്കനുസൃതമായി മയ്യിത്ത് അഴുകി ദ്രവിച്ചിട്ടുണ്ട്. എന്നാൽ ദൂതന്മാർ പറഞ്ഞു, ശരി, ഞങ്ങൾ ചെയ്യാം. അങ്ങനെ അവർ ദുആ ചെയ്യുകയാണ്. ശംഊൻ എന്നവർ രഹസ്യമായും അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അങ്ങനെ അത്ഭുതം സംഭവിക്കുന്നു. നിമിഷങ്ങൾക്കകം മയ്യിത്ത് എഴുന്നേൽക്കുന്നു. മയ്യിത്ത് പറഞ്ഞു, ഞാനും പൂർവ്വകാലത്ത് മുശ്രിക്കായിരുന്നു. അതിനാൽ എന്നെ അഗ്നിയുടെ 7 ഇടങ്ങളിലേക്ക് ഇടപെട്ട് ഞാൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേരത്താണ് ചില കൽപ്പനകൾ കേട്ട് ഇങ്ങോട്ട് വന്നത്. ഏതായാലും നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചുകൊള്ളൂ എന്ന് ആ മയ്യത്ത് ജീവൻ വെച്ചപ്പോൾ ഇവരോട് പറയുകയാണ്. ആ ജീവൻ വെച്ചയാൾ തുടർന്നു, ഞാൻ അവിടെ നിൽക്കുമ്പോൾ 7 ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ടു. ഈ 3 പേർക്ക് വേണ്ടി ഒരാൾ ദുആ ചെയ്യുന്നത്, ശഫാഅത്ത് ചെയ്യുന്നത് ഞാൻ കേട്ടു. അത് ഈസാ നബി ആയിരുന്നു. അത് കാരണം വന്നതാണ് ഞാൻ. അതിനാൽ ഞാനിതാ ഇസ്ലാമിനെ പുൽകുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന ഈസ റൂഹുല്ലാ അലൈഹിസ്സലാം. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് രാജാവ് സ്തബ്ധനായി നിൽക്കുകയാണ്.